എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് കുമാർ. വീണ്ടും ഒരു ചോദ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഞാൻ. ഇത്തവണ കണക്കാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. ചോദ്യം മറ്റൊന്നുമില്ല. ഒരു മുട്ടക്കോഴി കൃഷിക്കാരൻ, അതായത് മുട്ടക്കോഴികളെ വളർത്തി അതിൻ്റെ മുട്ടയെടുത്ത് തൻ്റെ ഉപജീവനം നടത്തുന്ന കൃഷിക്കാരൻ, അയാൾ തൻ്റെ കൃഷി ഇനമായ മുട്ട ഒരു കുട്ടയിൽ വച്ച് തലയിൽ ചുമന്ന് ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് സമീപത്തുള്ള ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, താങ്കൾ ഈ മുട്ട കൊടുക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, കൃഷിക്കാരൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തരുമോ? അതിനെന്താ, തരാമല്ലോ, ഞാനിത് വിൽക്കാനാണല്ലോ കൊണ്ടുപോകുന്നത്. ആയിക്കോട്ടെ. അങ്ങനെ കച്ചവടക്കാരൻ്റെ സഹായത്തോടു കൂടി തലയിലിരുന്ന കുട്ട കൃഷിക്കാരൻ താഴേക്ക് ഇറക്കി വെച്ചു. ഇതിനിടയ്ക്ക് അറിയാതെ കച്ചവടക്കാരൻ്റെ കൈ തട്ടി കുട്ട ഒന്നാകെ താഴേക്ക് മറിഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന മൊത്തം മുട്ടകളും ഉടഞ്ഞുപോയി. ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന കൃഷിക്കാരനെ കണ്ട് കച്ചവടക്കാരൻ പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ കൈകൊണ്ട് പറ്റിയ അബദ്ധമാണ്. ഈ മുട്ടയ്ക്ക് ഉള്ള വില ഞാൻ തരാം. അത് കേട്ട് കർഷകന് സന്തോഷമായി. ആട്ടെ, ഒരു മുട്ടയ്ക്ക് എന്താണ് വില? അത് 5 രൂപ, കൃഷിക്കാരൻ പറഞ്ഞു. എത്ര മുട്ടയുണ്ടായിരുന്നോ ഇതിൽ? കച്ചവടക്കാരൻ ചോദിച്ചു. കൃഷിക്കാരൻ പറഞ്ഞു, ആ കുട്ടയ്ക്കകത്തുണ്ടായിരുന്ന മുട്ടയുടെ എണ്ണം 2 വെച്ച് പകുത്താലും 3 വെച്ച് പകുത്താലും 4 വെച്ച് പകുത്താലും 5 വെച്ച് പകുത്താലും 6 വെച്ച് പകുത്താലും 1 മുട്ട അവസാനം ബാക്കിയുണ്ടാകും. അതേസമയം 7 വെച്ച് പകുക്കുകയാണെങ്കിൽ അതിൽ 1 മുട്ട പോലും അവസാനം ബാക്കി കാണില്ല. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ചോദ്യവും ഇതുതന്നെയാണ്. ആ കുട്ടയ്ക്കകത്തിരുന്ന മുട്ടയെ 1 വച്ചോ, 2 വച്ചോ, 3 വച്ചോ, 4 വച്ചോ, 5 വച്ചോ, 6 വച്ചോ എണ്ണി പകുക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം ബാക്കി വരും. അതേസമയം 7 വച്ചാണ് നമ്മൾ പകുക്കുന്നത് എങ്കിൽ മുട്ടയുടെ എണ്ണം അവസാനം 0 നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സതീഷ് കുമാർ ആറ്റിങ്ങൽ.